വായനയെ ആഘോഷിക്കുന്നവർക്കും പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഏറെ പ്രിയപ്പെട്ട ദിവസമാണിന്ന് ലോക പുസ്തക ദിനം. വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ ഷേക്സ്പിയറിന്റെ ഓർമ്മ ദിവസം കൂടിയാണെന്ന് അറിയാം. പുസ്തകങ്ങളും ഓർമ്മകളെക്കുറിച്ച് നമുക്ക് അഞ്ജലിയോട് കൂടുതൽ ചോദിച്ചറിയാം. എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു പുസ്തകം എന്ന് പറയുന്നത് കാക്കനാടിൻ്റെ ഓരോതയാണ്. ഞാൻ ഒരു 12 വയസ്സിലെ സ്കൂളിൽ എനിക്ക് മലയാള പാഠപുസ്തകത്തിൽ ഓരോത എന്ന് പറയുന്ന ഒരു പാഠഭാഗം പഠിക്കാനുണ്ടായിരുന്നു. വളരെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു പുസ്തകമായിരുന്നു അത്. അപ്പോൾ അതിന് ബാക്കി അറിയണമെന്നുള്ള ആഗ്രഹത്തിൽ ലൈബ്രറിയിൽ പോയി ആദ്യമായിട്ട് മെമ്പർഷിപ്പ് എടുത്ത് വായിച്ച പുസ്തകമാണ് ഓരോത എന്ന് പറയുന്നത്. പക്ഷെ ഒരു 12 വയസ്സുകാരിക്ക് വായിക്കാമെന്ന് താൻ കഴിയുന്നതിലപ്പുറം പോഷനുള്ളത് കുറച്ചുകൂടെ കടികെട്ടി ഭാഷയായിരുന്നു. പല ഭാഗങ്ങളും എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാലഭൂമി, ബാലമംഗളം പോലുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ളൊരു പ്രൊമോഷൻ ആയിരുന്നു കാക്കനാടിൻ്റെ ഓരോത എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. ഓരോത എന്ന സ്ത്രീ വളരെ ഈ മധ്യ തിരുവിതാംകൂറിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അവര് സ്വന്തം വറുതിയിൽ നശിക്കാൻ നിൽക്കുന്ന സ്വന്തം നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുന്നിലേക്ക് കയറി പോവുകയും പിന്നീട് തിരികെ വരാതാവുകയും ചെയ്യുന്നു. നാട് മുഴുവൻ അവർക്ക് വേണ്ടിയിട്ട് വർഷങ്ങളോളം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ആ സ്റ്റോറി. അപ്പോൾ ഇപ്പോഴും എനിക്ക് ആ ക്യൂരിയോസിറ്റി ഉണ്ടാകും, ഓരോത് എവിടെ പോയി. വായിച്ചു കഴിഞ്ഞ് കുറേ നാളുകളോളം എവിടെയാണ് ആ സ്ത്രീ, തിരിച്ചു വന്നില്ലല്ലോ, എവിടെയാണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഇപ്പോഴും ഉള്ള ഒരു, അങ്ങനെ കുറച്ച് പുസ്തകങ്ങളെ ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിൽ ഏറ്റവും ഓർമ്മിക്കുന്ന ഒരു പുസ്തകമാണ്, ഇപ്പോഴേ ക്യൂരിയോസിറ്റി ഉള്ള ഒരു പുസ്തകമാണ് ഓരോത എന്ന് പറയുന്നത്. ജീവിതത്തെ ഏറെ സ്വാധീനിച്ച, മനസ്സിൽ ഏറെ നോവുകളുണ്ടാക്കിയ പുസ്തകത്തെക്കുറിച്ച് നമ്മളോട് ചന്ദ്രൻ സംസാരിക്കുകയാണ്. ചിത്രകഥകളിൽ നിന്നും അല്ലെങ്കിൽ സാധാരണ കഥകളിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ വായിച്ചൊരു പുസ്തകമായിരുന്നു ഡയറി ഓഫ് എ യങ് ഗേൾ അല്ലെങ്കിൽ ആൻ ഫ്രാങ്കിൻ്റെ ഡയറിക്കുറിപ്പുകൾ. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ജൂതവംശർ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളെക്കുറിച്ചും അവരുടെ വെല്ലുവിളികളെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറിക്കുറിപ്പുകൾ. ജൂതർ അനുഭവിച്ചൊരു വളരെ അവർ കടന്നുപോയ ഒരു വിഷമകരമായ ഒരു കാലഘട്ടം ആ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് വായിച്ചറിയാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ മരണം മുമ്പിൽ കണ്ടിട്ട് പോലും ആ ഒരു പെൺകുട്ടി അത്രയ്ക്ക് പ്രതീക്ഷയോടെയായിരുന്നു അവൾ അവിടെ ഒളിച്ചു താമസിച്ചത്. അപ്പോൾ അത്രയും ഒരു ചെറിയ പെൺകുട്ടി ഇത്രയും പ്രതീക്ഷ കൈവിടാതെ ജീവിതത്തെ വളരെ സന്തോഷത്തോടെ പുതിയൊരു ഫ്യൂച്ചറിനെ അത്രയും സന്തോഷത്തോടെ മുന്നിൽ കാണുന്ന ഒരു പെൺകുട്ടി നമുക്ക് ഓരോരുത്തർക്കും നല്ലൊരു പ്രചോദനമാണ് ജീവിതത്തിൽ നൽകുന്നത്. ഒരു പുസ്തകത്തെ വ്യത്യസ്ത പ്രായത്തിൽ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ വീക്ഷിക്കുന്നത്, വായിക്കുന്നത്. അത്തരത്തിൽ രൂപം കൊണ്ട വ്യത്യസ്തമായ ആശയങ്ങളെക്കുറിച്ചാണ് ശ്രീ നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ പറയാൻ പോകുന്ന പുസ്തകം ചേതൻ ഭഗത്തിന്റെ വൺ ഇന്ത്യൻ ഗേൾ ആണ്. ഞാൻ ആ പുസ്തകം വായിക്കുന്നത് എൻ്റെ ടീനേജിലാണ്. അപ്പോൾ ഞാൻ ടീനേജിൽ വായിക്കുമ്പോൾ ഐ വാസ് തിങ്കിങ് ലൈക്ക് വൈ ദിസ് വുമൻ ഇസ് ബിഹേവിങ് ലൈക്ക് ദിസ്. എൻ്റെ മനസ്സിലുള്ള സ്റ്റീരിയോടിപ്പിക്കൽ വുമണിൻ്റെ ഒരു ബിഹേവിയർ അല്ല ആ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള രാധിക കാണിച്ചിരിക്കുന്നത്. അല്ല, അപ്പോഴേക്കും നമുക്ക് മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലല്ലോ എൻ്റെ വുമൺ, അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ഞാൻ എന്നുള്ളൊരു സംഭവം. പക്ഷെ വയസ്സ് കൂടുന്നതിനനുസരിച്ച് വെൻ ഐ ഗ്രൂ അപ്പ്, കുറച്ചുകൂടെ ഒരു ഫെമിനിസം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ പുസ്തകത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ ഓക്കെ, ഇങ്ങനെയും സ്ത്രീകൾക്ക് ബിഹേവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരിക്കലും ഒരു മാരേജിൽ എൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ആ പുസ്തകത്തിലൂടെയാണ് പിന്നീട് മനസ്സിലാക്കിയത്. എല്ലാവരും പൈങ്കിളിയാണ് എന്ന് പറയപ്പെടുമ്പോഴും ഒരു വിമണിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുരുഷൻ എഴുതുന്ന നോവൽ എത്ര മനോഹരമാണെന്ന് ആ പുസ്തകം വായിച്ചപ്പോഴാണ് പിന്നീടാണ് മനസ്സിലായത്. വായിച്ച കാലത്തത് മനസ്സിലായിട്ടില്ലെങ്കിലും പിന്നീട് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും കാര്യങ്ങൾ കുറച്ചുകൂടെ സ്റ്റീരിയോടിപ്പിക്കൽ വ്യൂവിൽ നിന്ന് മാറ്റി ചിന്തിക്കാനും ആ പുസ്തകം എന്നെ ഒത്തിരി സഹായിച്ചു. ചരിത്ര പുസ്തകങ്ങളും ചരിത്ര വായനകളും യുവാക്കളിൽ ഏറെ പ്രശസ്തമാണ്, പ്രഗത്ഭമാണ്. അത്തരത്തിലൊരു ചരിത്ര പുസ്തകത്തെക്കുറിച്ച്, അതിൻ്റെ ഓർമ്മകളെക്കുറിച്ച്, അതിൽ നിന്ന് ലഭിച്ച അറിവുകളെക്കുറിച്ചാണ് അർജുൻ നമ്മളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. 1921 കലാപത്തെ സംബന്ധിച്ചുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള റിപ്പോർട്ടാണ് മലബാർ മാനുവൽ എന്നുള്ള വില്യം ലോഗൻ എഴുതിയിട്ടുള്ള ആ ഒരു പുസ്തകം നമ്മുടെ മുന്നോട്ട് വെക്കുന്നത്. അതുമാത്രമല്ല, മലബാറിന്റെ പല സവിശേഷതകളും അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ
നമുക്കറിയാം 2021 ഈ പറയുന്ന മലബാർ കലാപത്തിന്റെ 100ാം വാർഷികമായിരുന്നു. ആ ഒരു പ്രത്യേക ഏട് അതിന്റെ അതുമായി സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പ്രാധാന്യം ഈ ഒരു പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. മലബാർ കലാപത്തെ പലരും കരുതുന്ന പോലെ 1921 മാത്രമല്ല കലാപം അരങ്ങേറിയിട്ടുള്ളത്. 1810 മുതൽ കലാപത്തിന് ഒരു തുടക്കം കുറിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഈ ടിപ്പുവിന്റെ പടയോട്ട കാലം, അതിനു മുമ്പത്തെ ടിപ്പുവിന്റെ പടയോട്ട കാലം, മലബാർ രാജാക്കന്മാർ സ്വീകരിച്ചു പോന്നിരുന്ന നയങ്ങളെ കുറിച്ചും അത് വ്യക്തമാക്കുന്നു.